ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാറിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പലരും ഓണം ഡിഷസ് ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു പാലക്കാടിലെ സാമ്പാർ എന്താ ചെയ്യാതിരുന്നതെന്ന്. പാലക്കാടിലെ സാമ്പാറിന്റെ പ്രത്യേകത വറുത്തരച്ച സാമ്പാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പം ഇന്ന് പാലക്കാടൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഇവിടെ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങക്കായും ഒരു അരക്കപ്പ് മത്തനും പിന്നെ ഒരു അരക്കപ്പോളം പൊട്ടറ്റോയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കപ്പോളം ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി നല്ല സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇതിനെ ഒന്ന് നമുക്ക് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇതിപ്പോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെണ്ടയ്ക്കാണ് സോട്ട് ചെയ്തെടുക്കുന്നത്. വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ വെണ്ടയ്ക്കയുടെ ടെക്സ്ചർ അങ്ങനെ നിൽക്കട്ടോ, അധികം കുഴയാതെ ഇതുമായിട്ടുണ്ട്. ഞാൻ ഇതിനെയും പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ചത് ആ വെജിറ്റബിൾ ആ പകുതി വെന്തിട്ടുണ്ട് കേട്ടോ, ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടി വറുത്തരയ്ക്കാം. അപ്പൊ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ചുവന്ന മുളകും 2 കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് സോട്ടാവണം. കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും, അതിനാണ് കേട്ടോ. ഇത് നന്നായി വഴറ്റിയെടുക്കണേ, വറുത്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലി ഇട്ടിടുന്ന ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്തി കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടാതെ നോക്കണേ. ഉലുവയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കഴിക്കും. ഇനി അതിനായിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അത് ഒരുപാട് കരിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചുവക്കാനേ പാടുള്ളൂ. പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ചുവക്കുന്നവരെ വറുക്കേണ്ട ആവശ്യമില്ല, പച്ച ടേസ്റ്റ് മാറിയാൽ മതി. കുറച്ച് കരിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. കായപ്പൊടി ആയതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. കായമാണ് എങ്കിൽ നിങ്ങൾക്ക് മുളക് വറുക്കുന്നതിന് മുമ്പ് തന്നെ കായം, ചെറിയൊരു പീസ് കായം കൂടി വറുത്തെടുത്തിട്ട് ഇതിൽ ചേർക്കാം. ഇപ്പൊ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ, തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഓവറായിട്ട് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. 2 മിനിറ്റ് തിളക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ ചെറിയ കപ്പിന് തോരപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. തോരപ്പരിപ്പ് ഓൾറെഡി വേവിച്ചതുണ്ട് ചെറിയ കപ്പിന്. പിന്നെ ഒരു ലെമണിന്റെ സൈസിന്റെ അത്രയുള്ള പുളി. ഈ പുളിക്ക് അധികം പുളി ഇല്ലാത്തതുകൊണ്ട് ഇത്ര എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പുളിക്കനുസരിച്ച് എടുക്കണേ. അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്യൂസ് ആയി കിട്ടും. ഇതിലേക്ക് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ദാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. പുളി ഒഴിച്ചോടനെ ഇളക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇതായിട്ടുണ്ട്. നമ്മുടെ പുളിയൊക്കെ ഒഴിച്ച് അതിൽ പുളിയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണം. അപ്പൊ ഞാൻ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം പോരായെങ്കിൽ ചേർത്താം. ഇതിൽ വെള്ളമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഉപ്പും ഒക്കെ ടേസ്റ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നേരം തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. ഇത് നന്നായി തിളച്ച് വന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് കുറച്ച് കരിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചുവന്ന മുളകും കുറച്ച് കരിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇതിരിക്കിടാം നമുക്ക് സാമ്പാറിലേക്ക്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം, സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ ഇതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടോ, ടെക്സ്ചറും കൺസിസ്റ്റൻസി ഒക്കെ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് വെള്ളം പോലെ ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം പോലെയൊക്കെ ആഡ് ചെയ്യാട്ടോ. ഈ സാമ്പാർ നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാം. സാമ്പാർ വടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.